പ്രൈസ് ദി ലോർഡ്. ഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സങ്കീർത്തന പുസ്തകം 126 അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ പ്രകാരം പറയുന്നു: കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. നല്ല വചനങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മീൻ ഇവിടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷം എങ്ങനെ നമ്മുടെ ജീവിതമായിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ, സമയമുണ്ടായിരുന്നപ്പോൾ, സ്വസ്ഥത ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതം ചെലവഴിച്ചു. ഹല്ലേലൂയ. ഒരു കാലത്ത് നമുക്ക് ഇതെല്ലാം, ഈ സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, നമ്മൾ വളരെ യങ് ആയിരുന്നു, നമുക്ക് ആരോഗ്യമുണ്ടായിരുന്നു, നമുക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം, ആ കാലയളവിൽ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് നമുക്കൊന്ന് തിരികെ നോക്കാം. ലോകപ്രകാരം നാം അധ്വാനിച്ച് സ്വത്ത്, സമ്പത്ത്, സമ്പാദ്യം ഇവയെല്ലാം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ പഠിപ്പിച്ചു, സമൂഹത്തിൽ നല്ല പേര് അവർക്ക് ഉണ്ടാക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ നാം മാന്യൻ എന്ന പേര് നമുക്ക് ലഭിച്ചു. കഴിവും മിടുക്കും ഉള്ളവർ എന്ന പേര് നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരാലും നാം ഇഷ്ടപ്പെടുന്നവർ, അല്ലെ എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ എന്നൊക്കെ വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ വെൻ വി വെയർ ഇൻ അവർ 30s, കർത്താവ് നല്ല ആരോഗ്യം തന്ന കാലങ്ങളിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആത്മീക ജീവിതം? ഈ ലോകപ്രകാരം മാത്രമാകുന്നുവോ നമ്മൾ ജീവിച്ചത്, അതോ അന്നും കൃപയാൽ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ നമുക്ക് അവസരം തന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥിക്കുവാൻ സമയം മാറ്റി അന്ന് വെച്ചിരുന്നോ? ഒരുപക്ഷെ നമ്മൾ 8ഉം 10ഉം മണിക്കൂറുകളൊക്കെ ജോലിക്ക് പോയി വീട്ടു ജോലിയെല്ലാം ചെയ്ത് നമ്മൾ ടയേർഡായി നമുക്ക് പ്രാർത്ഥിക്കുവാനൊന്നും സമയമില്ലാതിരുന്ന നാളുകളായിരുന്നു, അതോ അന്നും നമ്മൾ ദൈവസന്നിധിയിൽ ഓടി വരുമായിരുന്നു? കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം കർത്താവ് വേണമെന്ന് പഠിപ്പിച്ചോ? കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ നാം കർത്താവിനെ ആകുന്നോ ആദ്യം അവരുടെ ജീവിതത്തിൽ വേണമെന്ന് പഠിപ്പിച്ചിരുന്നു? അവരെ സൺഡേ സ്കൂള്, യൂത്ത് ക്ലാസ്, ഫാമിലി പ്രെയർ ഇവയെല്ലാം ശീലിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്കും കുടുംബജീവിതത്തിനും സഹോദരങ്ങൾക്കും കണ്ണീരോടെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മളോട് തന്നെ ചോദിക്കാം, നമുക്ക് ആ ഒരവസരത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അല്ലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്ന് അവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബ തകർച്ചയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചവരാകുന്നു. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുവെങ്കിലും ഇന്ന് വരെ എനിക്ക് ഒരു മറുപടിയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ പലരും വിഷമിക്കുന്നവരാകുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യഹോവ ഭക്തന്മാർ ഒരുമിച്ച് സംസാരിച്ചു, ദൈവം അത് കണ്ടു. നമ്മുടെ യാചനകൾക്ക് മറുപടി കർത്താവ് നൽകുന്നവനാകുന്നു. നമ്മെ കാണുന്നവന്, നമ്മെ അറിയുന്നവന്, പോറ്റി പുലർത്തുന്നവന് നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങൾ നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ഓടി നമ്മൾ തളർന്നിട്ടുണ്ട്. വചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, കുഞ്ഞുങ്ങളെ നന്നായിട്ട് കുടുംബത്തിൽ ഒന്ന് വളർത്തുവാനായിട്ട്. ഹല്ലേലൂയ. ഭദ്രമായി നമ്മൾ ധൃതി പിടിച്ച് നമ്മൾ ഒത്തിരി ഓടി നടന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട്, ഒരു പ്രവചനം കേൾക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, നല്ലതായിട്ടൊരു പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട്. കുറച്ച് സമാധാനം
കുറച്ച് ആശ്വാസം ലഭിക്കുവാൻ എത്രയോ പ്രാവശ്യം നമ്മൾ ഹല്ലേലൂയ 40 ദിവസം 21 ദിവസം 7 ദിവസം എന്നീ നൊയമ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം നാം വിതയ്ക്കുകയായിരുന്നു. ഹല്ലേലൂയ. അന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്നാൽ നമ്മൾ അന്ന് ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതെല്ലാം നാം വിതയ്ക്കുകയായിരുന്നു. നാം അറിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം മക്കളെല്ലാം നല്ല നിലയിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് വർഷങ്ങൾ അസുഖം എല്ലാം മാറിപ്പോയി, തലവേദന നിന്നു. ഇപ്പോൾ നാം കടന്നു പോകുന്ന സിറ്റുവേഷൻ നാം വർഷങ്ങൾക്ക് മുമ്പ് വിതച്ചതെല്ലാം നമ്മൾ കൊയ്യുകയാണ്. വർഷങ്ങളായി പഠിച്ച വചനങ്ങൾ, വായിച്ച വചനങ്ങൾ, പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഉപവസിച്ച ദിനങ്ങൾ എല്ലാം ഇപ്പോൾ ഒരു വലിയ ഹാർവസ്റ്റായിട്ട്, ഒരു കൊയ്ത്തായിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയാകും. അതാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എത്രയും മണിക്കൂർ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വിതയ്ക്കുകയായിരുന്നു ആ സമയത്തെല്ലാം. വിതയ്ക്കുന്നവന് മാത്രമേ ഒരു കൊയ്ത്തുള്ളൂ. വിതയ്ക്കാത്തവൻ ഒരിക്കലും ഒരു കൊയ്ത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. വിതയ്ക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് എങ്ങനെ കൊയ്തെടുക്കാനൊക്കും? ഒക്കത്തില്ല. അതുകൊണ്ട് ആരെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിതച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ അത് ആർപ്പോടെ കൊയ്യും. നമ്മൾ ജീവനോടെ ഇരിക്കുന്നുടനെ അത് നമ്മൾ കൊയ്തെടുക്കുന്നതായിട്ടുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം ദൈവസന്നിധിയിൽ നമുക്ക് വിതയ്ക്കാം. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞിരിക്കുന്ന രീതി 10% കർത്താവിൻ്റെ ആലയത്തിൽ മക്കൾക്കായിട്ട് 10% കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മൾ കൊടുക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കായി കൊടുക്കണം. രോഗികളെ സന്ദർശിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും സുവിശേഷം പറയണം, പാവങ്ങളെ സഹായിക്കണം, ദൈവമക്കളെ സഹായിക്കണം, കൈത്താങ്ങൽ കൊടുക്കണം. കർത്താവ് ദൈവം ആരോടും കടക്കാരനല്ല. നമുക്ക് അറിയുന്ന സത്യം വാരി നമ്മൾ വിതരണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറകോട്ടിക്കണം, പ്രാർത്ഥിക്കുന്നവരാകണം, കണ്ണുനീരോടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. കണ്ണുനീരോടെ നമ്മൾ വിതച്ചാൽ ആർപ്പോടെ നമുക്ക് കൊയ്യും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ അന്ന് നമ്മൾ വിതയ്ക്കുന്ന ആ സമയത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നായിരിക്കാം നമുക്ക് ഒരു കൊയ്ത്ത് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഏതെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ അതിനെല്ലാം ദൈവം ഒരു കർത്താവ് നമുക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അന്ന് അറിഞ്ഞില്ല. എന്നാൽ കൊയ്തെടുക്കാൻ തുടങ്ങുന്നുടനെ നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞകാല ജീവിതത്തിൽ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം വിതച്ചു, ഒത്തിരി വർഷങ്ങൾ ഞാൻ വിതച്ചു. അതിൻ്റെ പ്രതിഫലമായിട്ട് ഹല്ലേലൂയ ഒരു വിതച്ചത് കൊണ്ട് ഒരു കൊയ്ത്ത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നതാകും. അതുകൊണ്ട് ഇന്നും നമ്മൾ താമസിച്ചിട്ടില്ല. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ ദിവസവും നമ്മൾ ഹല്ലേലൂയ വിത്ത് വിതച്ചുകൊണ്ട് നമ്മുടെ മുമ്പോട്ട് പോകാം. ബൈബിളിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ വിത്ത് വിതയ്ക്കുവാനായിട്ട് വിത്ത് വിതയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം. പക്ഷെ വളരുമാറാക്കുന്നത് ദൈവമാകുന്നു, നമ്മളല്ല. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി വിത്ത് വിതയ്ക്കുക, അതിനെ ഒന്ന് നനയ്ക്കുക. നമ്മൾ കുഴിയുണ്ടാക്കി ആ വിത്ത് വിതച്ച് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും തനിയെ അത് വളരും. കർത്താവാകുന്നു വളർത്തുമാറാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ അടുക്കൽ കുഞ്ഞുങ്ങളുള്ളിടത്തോളം വർഷം ഹല്ലേലൂയ അവർക്ക് വചനത്തിൽ നിന്നുള്ള വിത്ത് നമ്മൾ പകർന്നു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ആ വിത്ത് മുളയ്ക്കുന്ന ഒരു സമയമുണ്ട്. അതൊരു ചെറിയ ചെടിയായിട്ട് വളരും. അത് കടുകിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ അത് ഏറ്റവും ചെറിയ ഒരു കാര്യമാണെങ്കിലും അത് വളർന്നു തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ഏറ്റവും വലിയൊരു മരമായിട്ടത് മാറി അനേക പക്ഷികൾക്ക് അതിന്മേൽ കടന്നു വന്ന് റെസ്റ്റ് ചെയ്യുവാനും ഒക്കെ ഇടയാകും. അതുപോലെ നമ്മൾ വിതയ്ക്കുന്നതായിട്ടുള്ള ചെറിയൊരു വിത്ത് ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വചനം പറയുവാൻ നമുക്കറിയത്തില്ലായിരിക്കാം. എന്നാൽ ചെറിയതായിട്ടുള്ള നമ്മൾ ചെറിയ പ്രാർത്ഥനകൾ,
ചെറിയ വിത്ത് വചനം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കുക, ഇവയെല്ലാം വലിയ മരങ്ങളായിട്ട് ആമേൻ ഒരു കാലത്ത് അത് വളർന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ ആമേൻ ഹല്ലേലൂയ, ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരങ്ങിയും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ് ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. നമ്മൾ നട്ടിട്ടുള്ളതായിട്ടുള്ള വിത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊയ്ത്തായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം നമ്മെ അനുവദിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.